പ്രലോഭനങ്ങൾ മിക്കവരെയും കുറ്റവാളികളാക്കുന്നു. എന്നാൽ ഹൃദയ നിശ്ചയത്തിന്റെ പ്രചോദനം മനുഷ്യനെ വീരപുരുഷനാക്കുന്നു. എക്കാലത്തും ഇതൊരു യാഥാർത്ഥ്യമാണ്. പ്രലോഭനങ്ങൾക്കും പ്രതികൂലത്തിനും ഇടയിൽ ദൈവത്തിന്റെ വീരപുരുഷനായി തിളങ്ങിയ വ്യക്തിയായിരുന്നു ദാനിയേൽ. ദാനിയേലിന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയ ഘടകങ്ങളെ എന്തൊക്കെയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുവല്ലോ. അതെ, അവനൊരു ഹൃദയനിശ്ചയത്തിന്റെ മനുഷ്യനായിരുന്നു. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. മാത്രമല്ല, അവനൊരു പ്രവചനത്തിന്റെ മനുഷ്യനായിരുന്നു. വ്യത്യസ്തമായ സാഹചര്യത്തിൽ പ്രലോഭനങ്ങളും ഭീഷണികളും നേരിടുന്ന ഏതൊരു ദൈവപൈതലിനും ദാനിയേലിന്റെ ജീവിതം ഒരു വലിയ പ്രോത്സാഹനമായിരിക്കുന്നു. നമുക്ക് ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് വരാം. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ചരിത്രപരമായതും 7 മുതൽ 12 വരെയുള്ളത് തനി പ്രവചനവും ആകുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർത്തിരിക്കണം. എന്നാൽ ആദ്യത്തെ ഈ അധ്യായങ്ങളിലും, അതായത് ചരിത്രപരമായ സംഭവങ്ങളിലും, പ്രാവചനിക വിഷയങ്ങൾ അന്തർലീനമായി കിടക്കുന്നുണ്ട് എന്ന് തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നതാണ്. അത് ശ്രദ്ധിച്ചാൽ മതിയാകും. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളുടെ പൊതുവായ തലക്കെട്ട് ചരിത്രത്തിന്റെ രാത്രിയോട് ചേർന്ന് പ്രവചനത്തിന്റെ പ്രകാശം എന്നതാകുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ. ഈ ആദ്യ ഭാഗത്തിന്റെ തുടക്കത്തിൽ 1-ാം അധ്യായത്തിൽ യഹൂദയുടെ വീഴ്ചയും യെരുശലേമിന്റെ നാശവും, ദാനിയേൽ പ്രവാസിയായി ബാബേലിലേക്ക് പോകുന്നതും അവിടെ അവൻ ദൈവത്തോട് വിശ്വസ്തനായിരിക്കാനുള്ള തീരുമാനമെടുക്കുന്നതും നാം കാണുന്നു. യഹൂദയുടെ വീഴ്ചയെക്കുറിച്ചും യെരുശലേമിന്റെ നാശത്തെക്കുറിച്ചുമുള്ള വിവരണം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അത് ഞാൻ വായിക്കുന്നതിന് മുൻപായി ഈ ദാനിയേൽ പ്രവചനത്തിന്റെ വിഷയവിഭജനം ചോദിച്ചുകൊണ്ട് നിങ്ങൾ കത്തുകൾ അയച്ചു അല്ലെങ്കിൽ ഫോൺ വിളിച്ചു എന്ന് വിശ്വസിക്കട്ടെ. ഇല്ല എങ്കിൽ അത് ശ്രദ്ധിച്ച് എത്രയും വേഗം ചെയ്യുമല്ലോ. കാരണം ഈ വിഷയവിഭജനം നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. ദാനിയേൽ എങ്ങനെ എപ്പോൾ ബാബേലിൽ എത്തി എന്നാണ് 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ പറയുന്നത്. ഇവിടെ അല്പം ചരിത്ര പശ്ചാത്തലം പറയേണ്ടത് ആവശ്യമാണല്ലോ. ശ്രദ്ധിച്ചാട്ടെ. ഈ സമയത്ത് യഹൂദയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെഹോയാക്കീമാണ്. യഹൂദയുടെ 17ാമത്തെ രാജാവായിരുന്നു യെഹോയാക്കീം. ദാനിയേലിന്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ ആരംഭിക്കുന്നത് യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിലാണ്. യെഹോയാക്കീമിനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചത് ഫറവോ നെഖോ ആയിരുന്നു. യഹൂദയിലെ അവസാനത്തെ ഉണർവിന് നേതൃത്വം നൽകിയ ഭക്തനായ യോശിയ രാജാവിനെ ഫറവോ നെഖോ കൊന്നതിനെ തുടർന്ന് യോശിയാവിന്റെ മകനായ യെഹോവാഹാസ് യഹൂദയുടെ രാജാവായി. എന്നാൽ അധികം താമസിയാതെ അവനെ സിംഹാസനത്തിൽ നിന്നും ഇറക്കിയിട്ട് യോശിയാവിന്റെ മൂത്ത മകനായ യെഹോയാക്കീമിനെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു. 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിന്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലും 2 ദിനവൃത്താന്തം 36ന്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും നിങ്ങൾക്കിത് കാണുവാൻ സാധിക്കും. യെഹോയാക്കീമും യെഹോവാഹാസും നല്ലവനായ യോശിയ രാജാവിന്റെ ദുഷ്ടന്മാരായ സന്തതികളായിരുന്നു. നല്ലവർക്ക് ദുഷ്ടരായ സന്തതികൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇതാ ഇവിടെ അതിനുള്ള തെളിവ്. യെഹോയാക്കീമിന്റെ യഥാർത്ഥ പേര് എല്യാക്കീം എന്നായിരുന്നു. അവന്റെ വാഴ്ചകാലത്താണ് നെബൂഖദ്നേസർ ആദ്യമായി യെരുശലേമിൽ ചെന്ന് അതിനെ നിരോധിച്ചത്. ഏകദേശം BC 606 നെബൂഖദ്നേസറിന്റെ ഈ ആദ്യ ആക്രമണം. അങ്ങനെ ഏകദേശം BC 604 യഹൂദ നെബൂഖദ്നേസറിന്റെ അധീനതയിലായി. യഹൂദ എന്ന് പറയുമ്പോൾ തെക്കേ രാജ്യമെന്ന് ഓർക്കണം. വടക്കേ രാജ്യം ഇതിനോടകം പ്രവാസികളായി പോയി കഴിഞ്ഞു. അശൂര്യർ അവരെ പിടിച്ചുകൊണ്ടുപോയി. യഹൂദയെ നെബൂഖദ്നേസർ പിടിച്ചടക്കിയപ്പോൾ മുതൽ ജാതികളുടെ കാലം ആരംഭിക്കുകയായിരുന്നു. അന്ന് പട്ടണത്തെ അവൻ നശിപ്പിച്ചില്ല. എന്നാൽ അടിമകളുടെ ആദ്യത്തെ സംഘത്തെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ദാനിയേലും അവന്റെ 3 സുഹൃത്തുക്കളും, അക്ഷരാർത്ഥത്തിൽ 1000 ഉണ്ടായിരുന്നു. യെഹോയാക്കീം മരിച്ചപ്പോൾ അവന്റെ മകൻ യെഹോയാക്കീൻ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോണം. യെഹോയാക്കീൻ സിംഹാസനത്തിൽ വന്നു. അവൻ നെബൂഖദ്നേസറിനെതിരായി മത്സരിച്ചു. BC 598 പിന്നെയും നെബൂഖദ്നേസർ വന്ന് യെരുശലേമിനെ നിരോധിച്ചു.
ഒരിക്കൽ കൂടി യെരൂശലേം നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ രാജാവിനെയും അവന്റെ മാതാവിനെയും ദൈവാലയത്തിലെ ഉപകരണങ്ങളെയും നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവരോടൊപ്പം വലിയൊരു കൂട്ടത്തെയും അടിമകളാക്കി കൊണ്ടുപോയിരുന്നു. മിക്കവാറും ഈ രണ്ടാമത്തെ സംഘത്തിലായിരിക്കാം യെഹെസ്കേൽ ബാബേലിൽ എത്തിയത്. 2 രാജാക്കന്മാർ 24 അധ്യായത്തിന്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ നമുക്കത് കാണുവാൻ സാധിക്കും. നെബൂഖദ്നേസർ മൂന്നാമതും യെരൂശലേമിനെതിരെ വന്നു. 18 മാസത്തെ നിരോധനത്തിന് ശേഷം BC 586 അവൻ പട്ടണത്തെ പൂർണ്ണമായും തകർത്തുകളഞ്ഞു. ഈ സമയത്ത് യഹൂദയിൽ സിംഹാസനത്തിൽ ഇരുന്ന സിദെക്കീയാവ് നെബൂഖദ്നേസറിനോട് മത്സരിച്ചതിനെ തുടർന്നായിരുന്നു ഈ ആക്രമണം. അന്ന് ആലയം നശിപ്പിക്കപ്പെടുകയും പട്ടണം ചുട്ടരിക്കപ്പെടുകയും ചെയ്തു. സിദെക്കീയാവിന്റെ മക്കൾ അവന്റെ കൺമുൻപിൽ വെച്ച് കൊല്ലപ്പെട്ടു. അവന്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ചു. അങ്ങനെ BC 588 587 അവൻ ഈ ഒടുവിലത്തെ ആക്രമണത്തിൽ പ്രവാസിയാക്കപ്പെട്ടു, അടിമയാക്കപ്പെട്ടു. ഇടയ്ക്ക് പറയട്ടെ, ഇതൊക്കെയും യിരെമ്യാ പ്രവചനം 25 അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന യിരെമ്യാവിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. യിരെമ്യാവും യെഹെസ്കേലും ജനത്തോട് പറഞ്ഞതാണ്, ഈ കള്ളപ്രവാചകർ പറയുന്നത് വ്യാജമാണെന്നും യെരൂശലേം പട്ടണം നശിപ്പിക്കപ്പെടുമെന്നും ഇവർ 2 പേരും പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു ഇവിടെ ചെയ്തത്. ഇനിയും ഞാൻ ദാനിയേൽ പ്രവചനം 1 അധ്യായത്തിന്റെ 2 വാക്യം വായിക്കട്ടെ. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശീനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ അവന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. ഈ സമയത്ത് ആലയത്തിലെ കുറെ പാത്രങ്ങൾ മാത്രമേ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്നുള്ളൂ. പിന്നീട് യെഹോയാക്കീൻ കീഴടങ്ങിയപ്പോഴാണ് ശേഷിച്ച പാത്രങ്ങൾ കൊണ്ടുപോയത്. 2 രാജാക്കന്മാർ 24 അധ്യായം 13 വാക്യം ഇതോട് ചേർത്ത് നിങ്ങൾ വായിക്കണം. നെബൂഖദ്നേസർ ഈ പാത്രങ്ങൾ എടുത്ത് ശീനാർ ദേശത്ത് തന്റെ ദേവന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോയി. ഇക്കാര്യം താങ്കൾ മനസ്സിൽ സൂക്ഷിക്കണം. കാരണം പിന്നീട് ബെൽസസർ ഒരു വിരുന്ന് കഴിക്കുമ്പോൾ ഈ പാത്രം പുറത്തെടുക്കുന്നതായി നാം കാണുന്നുണ്ട്. ബെൽസസർ മിക്കവാറും നെബൂഖദ്നേസറിന്റെ കൊച്ചുമകനാണ്. ഇനിയും 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ദാനിയേൽ 1:3-4. അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അസ്പെനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. ഏതൊരു രാജ്യത്തു നിന്നുമുള്ള പ്രവാസികളിലും വളരെ മിടുക്കന്മാരായവരെ നെബൂഖദ്നേസർ എപ്പോഴും തനിക്ക് വേണ്ടി വേർതിരിക്കുമായിരുന്നു. ഞാൻ വിചാരിക്കുന്നു ഈ IQ ടെസ്റ്റൊക്കെ നടത്തിയായിരിക്കും അവരെ തെരഞ്ഞെടുക്കുക. IQ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് അവരുടെ ബുദ്ധിയുടെ വലിപ്പം അല്ലെങ്കിൽ എന്തുമാത്രം ബുദ്ധിയുണ്ടെന്ന് കാണിക്കുവാൻ, മനസ്സിലാക്കുവാൻ ചെയ്യുന്നതായിട്ടുള്ള ടെസ്റ്റ്. അതൊക്കെ ചെയ്തിട്ടായിരിക്കും അവരെ തെരഞ്ഞെടുത്തത്. എന്നിട്ട് അവർക്ക് പരിശീലനവും നൽകി. ബാബേലിലെ രാജാവിന് ആലോചന നൽകാൻ തക്ക ജ്ഞാനികളാക്കി എടുക്കുവാനാണ് ഇത് ചെയ്തത്. ഇക്കൂട്ടത്തിൽ ദാനിയേലും ഉൾപ്പെട്ടിരുന്നു എന്നും രാജാവ് അവരെ സന്ദർശിച്ചിരുന്നു എന്നും നാം കാണുന്നതാണ്. ചരിത്രം സൂചിപ്പിക്കുന്നത് ഈ ആദ്യത്തെ നാട് കടത്തലിൽ ഏകദേശം 50-70 ഇടയിൽ ചെറുപ്പക്കാരുണ്ടായിരുന്നു എന്നത്രേ. ഇവരിൽ പലരും ദാവീദിന്റെ വംശാവലിയിലോ കുലീന കുടുംബങ്ങളിലോ നിന്നുള്ളവരായിരുന്നു. അതെ, യെശയ്യാ പ്രവചനം 39 അധ്യായത്തിന്റെ 7 വാക്യത്തിന്റെ നിവൃത്തിയായിരുന്നു ഇത്. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്നുത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ഡന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് അവിടെ ഹിസ്കിയാവിനോട് യെശയ്യാവ് പറയുന്നതായി നാം വായിക്കുന്നുണ്ട്. ഏകദേശം 17 വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു ദാനിയേൽ പ്രവാസത്തിൽ പോയതെന്ന് യാഥാസ്ഥിതികരായ അധിക പങ്ക് വേദപണ്ഡിതരും സമ്മതിക്കുന്നുണ്ട്. ദാനിയേൽ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്നും അവന് മക്കളാരും ഇല്ലാതിരുന്നതെന്തെന്നും താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അതെ, അവനെ ഷണ്ഡനാക്കിയിരുന്നു. ദാനിയേൽ എന്തൊരു വിചിത്ര മനുഷ്യൻ, അല്ലെങ്കിൽ ഒറ്റയാൻ എന്ന് ചിലർ ആശ്ചര്യപ്പെടാറുണ്ട്. വാസ്തവത്തിൽ അവൻ അങ്ങനെ ആയിരുന്നില്ല. രാജാവ് അവനെ അങ്ങനെ ആക്കിയതാണ്. പക്ഷെ അതൊരിക്കലും ആ യുവാക്കളുടെ മാനസിക വികാസത്തെ തകർത്തില്ല.
രാജാവിനോട് കൂടുതൽ വിധേയത്വമുള്ളവരാകാൻ വേണ്ടിയായിരുന്നു അവരെ ഷണ്ഡന്മാരാക്കി തീർത്തത്. അതുമൂലം അവർ പഠിക്കേണ്ട കാര്യങ്ങളിൽ മുഴുവൻ സമയവും ചിലവഴിക്കാനും അവർക്ക് കഴിയുന്നു. 4 വാക്യം ഞാൻ വായിച്ചല്ലോ. വേദപുസ്തകം എഴുതിയത് ഒരു കൂട്ടം മൂഢന്മാരല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, അജ്ഞരായ മനുഷ്യരായിരുന്നില്ല അതെഴുതിയത്. മോശ മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചവനായിരുന്നു. മിസ്രൈമ്യർ ജ്ഞാനത്തിൽ വളരെ മുന്നേറിയവരായിരുന്നു. അക്കാലത്ത് സൂര്യനിലേക്കുള്ള ദൂരം അവർക്കറിയാമായിരുന്നു. ഭൂമി ഗോളാകൃതിയാണെന്ന് അവർക്കറിയാമായിരുന്നു. പിന്നീട് വന്ന ചില യവനന്മാരായിരുന്നു ഭൂമി പരന്നതാണെന്ന ചിന്ത പരത്തിയത്. താങ്കൾക്കറിയാമോ, അക്കാലത്തെ ശാസ്ത്രജ്ഞരായിരുന്നു ഈ മിസ്രൈമ്യർ, ഈജിപ്ഷ്യർ. സയൻസ് അന്ന് ചിന്തിച്ചത് ഭൂമി പരന്നതാണെന്നായിരുന്നു. എന്നാൽ ബൈബിൾ ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഭൂമി ഗോളാകൃതിയാണെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാപ്രവചനം 40:22 നോക്കിക്കേ. സയൻസ് സ്വയം തെറ്റ് സമ്മതിച്ച് ബൈബിൾ പ്രഖ്യാപനത്തെ സമ്മതിക്കുകയായിരുന്നു. പിന്നീട് വളരെ ചെറുപ്പത്തിലെ തന്നെ, അതെ, തന്റെ യൗവനപ്രായത്തിൽ തന്നെ ദാനിയേലും ശ്രദ്ധേയനായി എന്ന് നാം കാണുന്നു. ആ ബാലന്മാരുടെ കൂട്ടത്തിൽ നെബൂഖദ്നേസറിന്റെ രാജധാനിയിലെ പരിശോധനകളിൽ ഒന്നാമനായി തെളിഞ്ഞത് ദാനിയേലായിരിക്കണം. പുതിയ നിയമത്തിൽ അധികം പുസ്തകങ്ങളും എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. അവൻ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും കാര്യത്തിലും വെളിപ്പാടുകളുടെ കാര്യത്തിലും ആരെക്കാളും ഉയർന്നു നിൽക്കുന്നില്ലേ? ശ്രേഷ്ഠന്മാരായ ഈ യുവാക്കന്മാരെല്ലാം അവരുടെ ദിവസങ്ങൾ അറിവ് സമ്പാദിക്കാനായി സമർപ്പിച്ചവരായിരുന്നു. ബൈബിൾ എഴുതിയത് കേവലം ഒരുപറ്റം അറിവില്ലാത്തവരാണ് എന്ന് പറയുന്നവരോട് എനിക്ക് സഹതാപം തോന്നുന്നു. താങ്കൾ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് തെറ്റി, സുഹൃത്തേ. ഏതായാലും ദാനിയേൽ ആർക്കും ഒരു മൂഢനായിരുന്നില്ല. അവനൊരു സമർത്ഥനായ ചെറുപ്പക്കാരനായിരുന്നു. ചുരുക്കം ചിലർക്കുള്ളതുപോലെ ഉന്നതമായ ജ്ഞാനം അവൻ സമ്പാദിച്ചിരുന്നു. അക്കാലത്തെ പഠനത്തെ അവജ്ഞയോടെ കാണാതിരിക്കുക. ജ്ഞാനത്തിലും ശാസ്ത്രത്തിലും പല വിഭാഗങ്ങളിലും മുന്നേറിയ പല വ്യക്തികൾ അന്നുണ്ടായിരുന്നു. ദാനിയേൽ അതൊക്കെയും തുറന്നു കാട്ടുവാൻ പോകുകയാണ്. 5 വാക്യം നോക്കിക്കാട്ടെ. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ ഈ ബാലന്മാർക്ക് പ്രത്യേക പരിഗണന നൽകിയിരിക്കുകയാണ്. എന്നാൽ അവർക്കായി നിയമിച്ചിരിക്കുന്ന ഈ രാജഭോജനം വാസ്തവത്തിൽ വിഗ്രഹാർപ്പിതമായ, അതെ, മൂഢവിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ ആഹാരക്രമമായിരുന്നു. ദൈവം അശുദ്ധമെന്നെണ്ണിയ മൃഗങ്ങളുടെ മാംസവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ദാനിയേൽ മോശയുടെ നിയമത്തിന് കീഴിലുള്ള ഒരു യഹൂദനായിരുന്നു എന്ന കാര്യം ഓർക്കുക. ചില ആഹാരങ്ങൾ, അതെ, ചില പക്ഷികൾ, ചില മത്സ്യങ്ങൾ, ഇവയൊക്കെ യഹൂദന് നിഷിദ്ധമായിരുന്നു. പക്ഷേ ദാനിയേൽ ഇപ്പോൾ രാജകൽപ്പനയ്ക്ക് മുന്നിലല്ലേ? തന്റെ ദേശത്തുമല്ല, അന്യദേശത്ത്. അവൻ ശരിക്കും പ്രതിസന്ധിയിലായ ഒരു സന്ദർഭമായിരുന്നു ഇത്. താൻ അടിമയായിരിക്കുന്ന ഒരു രാജ്യത്ത് തനിക്ക് തോന്നിയ ഒരു തീരുമാനം എടുക്കുവാൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തതായ ഒരു രാജാവിന്റെ മുൻപിൽ അവന്റെ മനോഭാവം നോക്കിക്കേ. എന്നാൽ ദാനിയേൽ ദൈവത്തോട് വിശ്വസ്തനായിരിക്കാൻ തന്നെ തീരുമാനിച്ചു. സാഹചര്യത്തിനനുസരിച്ച് മാറുന്നവനായിരുന്നില്ല ദാനിയേൽ. 6-7 വാക്യങ്ങൾ നോക്കിക്കേ. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബെൽസസർ എന്നും, ഹനന്യാവിന് ശദ്രക്കെന്നും, മീശായേലിന് മേശക്കെന്നും, അസര്യാവിന് അബേദ്നഗോവ് എന്നും പേര് വിളിച്ചു. നോക്കുക, വാസ്തവത്തിൽ ഈ രാജാവ് എന്താണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്? അതെ, അവൻ ഈ ബാലന്മാരെ അറിവിലും ആഹാരരീതിയിലും പേരിലും ഒക്കെ മാറ്റം വരുത്തി തന്റെ ഇഷ്ടം നിറവേറ്റത്തക്ക രീതിയിലുള്ള ഒരു ചിന്താശൈലി അവരിൽ രൂപപ്പെടുത്താനാണ് ആഗ്രഹിച്ചത്. അതെ, അവരിൽ അവൻ മസ്തിഷ്ക പ്രക്ഷാളനം, അതായത് ബ്രെയിൻ വാഷ് നടത്തുകയാണ്. ഷണ്ഡാധിപൻ അവരുടെ എബ്രായ പേരുകൾ മാറ്റി അവർക്ക് ജാതീയ പേരുകളിട്ടു. ദാനിയേൽ എന്ന പേരിന്റെ അർത്ഥം യഹോവ എന്റെ ന്യായാധിപതി എന്നാണ്. അതിനു പകരം അവന് ബേലിന്റെ ദാസൻ എന്ന അർത്ഥം വരുന്ന ബെൽസസർ എന്ന് പേരിട്ടു. ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ ബാലന്മാരുടെ പേരുകളും യാ അഥവാ യഹോവ എന്ന പേരിൽ അവസാനിക്കുന്നവയായിരുന്നു. എന്നാൽ ആ മനോഹര നാമങ്ങൾ മാറ്റി ഹനന്യാവിന് ശദ്രക്കെന്നും, മീശായേലിന് മേശക്കെന്നും, അസര്യാവിന് അബേദ്നഗോ
എന്നും പേരിട്ടു. ഇതൊക്കെയും വിജാതീയ നാമങ്ങളായിരുന്നു. ഞാൻ വിചാരിക്കുന്നു ഈ 4 ബാലന്മാരും ആ കൂട്ടത്തിലെ ഏറ്റവും ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകളായിരുന്നു എന്നാണ്. നോക്കുക, ബാബേൽ ആഗ്രഹിക്കുന്നത് നല്ല തലച്ചോറുള്ളവരെയും നല്ല ശരീരശേഷിയുള്ളവരെയുമാണ്. യഹൂദയിൽ നിന്നുള്ള ഈ 4 ബാലന്മാരും കൂട്ടത്തിൽ നിന്നും വേർതിരിഞ്ഞ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം എന്താണ്? അവർ ദൈവത്തിനായി ഉറച്ച ഒരു നിലപാടെടുത്തു. ഈ ബാലന്മാരൊക്കെയും ദാനിയേലിന്റെ പ്രായത്തിലുള്ളവരായിരുന്നെങ്കിൽ അവർക്കിപ്പോൾ ഏകദേശം 17 വയസ്സാണ്. പഴയ നിയമത്തിലും പ്രത്യേകാൽ പ്രവചന പുസ്തകങ്ങളിലും വളരെ സമർത്ഥമായി വ്യാഖ്യാനം നടത്തിയിട്ടുള്ള ഡോക്ടർ അർണോ സി ഗബലിൻ പറഞ്ഞത് ദാനിയേലിന് ഏകദേശം 14 വയസ്സായിരുന്നു എന്നാണ്. സർ റോബർട്ട് ആൻഡേഴ്സൺ ദാനിയേലിന് ഈ സമയത്ത് 20 വയസ്സാണ് നൽകുന്നത്. അതുകൊണ്ട് ഒരു യാഥാസ്ഥിതിക കാഴ്ചപ്പാടിൽ ഈ 4 പേർക്കും 17 വയസ്സിനോടടുത്തുണ്ടായിരുന്നിരിക്കും എന്ന് കരുതുന്നതാണ് ഉചിതം. ഇനി ഞാൻ 8-ാം വാക്യം വായിക്കട്ടെ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദാനിയേൽ എന്ന ഈ ബാലൻ ഒരു ജാതീയ രാജസദസ്സിന് മുൻപിൽ ദൈവത്തിനായി ഒരു ശരിയായ നിലപാടെടുത്തു. രാജാവിന്റെ പന്തിഭോജനത്താൽ താൻ അശുദ്ധനായിത്തീരും എന്ന് ദാനിയേൽ മനസ്സിലാക്കി. ഇത് കേവലം ജഡസംബന്ധമായ അശുദ്ധിയേക്കാൾ അപ്പുറമായതാണ്. ഏതായാലും തന്റെ തീരുമാനത്തിൽ ദാനിയേൽ ഉറച്ചുനിന്നു. സാധാരണ സാഹചര്യത്തിൽ ഇത് വളരെ വിനാശം വരുത്തിവെക്കാവുന്നതാണ്. എന്റെ സുഹൃത്തെ, പ്രസിദ്ധി നേടാനുള്ള ഒരു മത്സരത്തിനായി ദാനിയേൽ ശ്രമിക്കുകയല്ലായിരുന്നു എന്നത് സ്പഷ്ടമാണ്. അവൻ നെബൂഖദ്നേസറിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയല്ലായിരുന്നു എന്നോർക്കണം. ഇന്ന് നാം കാണുന്ന നോമ്പും ഉപവാസവും ഒക്കെ മിക്കവാറും പ്രസിദ്ധിയും ഭക്ത പരിവേഷം കിട്ടാനുമുള്ള വെറും പ്രകടനങ്ങളായി തരം താണിട്ടില്ലേ? അതെ, 50 ദിവസം നാം മത്സ്യമാംസം കഴിക്കില്ല. പക്ഷെ അടുത്ത ദിവസമോ? അന്ന് മാംസത്തോടൊപ്പം മദ്യവും പിന്നെ പറയാൻ കൊള്ളാത്ത വാചകങ്ങളും കൊണ്ട് നോമ്പുകാലത്തെ കടം തീർക്കുന്നു. കഴിയുമെങ്കിൽ പത്രപരസ്യം ചെയ്തുകൊണ്ടുള്ള ഉപവാസം. പക്ഷേ അത് കഴിഞ്ഞത് ജീവിതത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഇക്കാലത്ത് നമുക്ക് ചുറ്റും കാണുന്ന അനുരഞ്ജനത്തിന്റെ ആധുനിക മൃദുത്വത്തിൽ ദാനിയേലിന്റെ തീരുമാനം പ്രതിഫലിക്കുന്നില്ല. എങ്ങനെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാം, എങ്ങനെ മനുഷ്യരെ സ്വാധീനിക്കാം എന്ന് എഴുതിയിട്ടുള്ള എത്രയെത്ര പുസ്തകങ്ങൾ. ക്രിയാത്മക ചിന്താശൈലിയും ശക്തിയും വ്യാജ തത്വജ്ഞാനങ്ങളിൽ ഇത് സ്വാധീനിക്കപ്പെടുന്നുമില്ല. നാടോടുമ്പോൾ നടുവേ ഓടുക എന്നതോ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ പാമ്പിന്റെ നടുമുറി തിന്നുക എന്നതോ അല്ലായിരുന്നു ദാനിയേലിന്റെ പ്രമാണം. ഇന്ന് അനേകരും അങ്ങനെയാണല്ലോ. ആ ജനത്തിനുള്ള ദൈവത്തിന്റെ സന്ദേശം യഥാർത്ഥമായി പങ്കുവയ്ക്കുന്നുവോ എന്നതല്ല, ചെല്ലുന്നയിടത്തെ ജനത്തിന്റെ ഇംഗിതത്തിനൊത്തവണ്ണം പ്രകടനം കാഴ്ചവെക്കുക എന്നതായിരിക്കുന്നു അനേകരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം. അനേക സുവിശേഷ പ്രസംഗകരുടെയും രീതി അതാ. അതിനനുസരിച്ച് അവർ പാട്ടുകൾ ചിട്ടപ്പെടുത്തും, പ്രസംഗത്തിന്റെ ശൈലി മാറ്റും. അവർക്ക് പ്രതിബദ്ധത ദൈവത്തോടല്ല ഉണ്ടായിരിക്കുന്നത്, മനുഷ്യരോടാണ്. അവർ മനുഷ്യരെ അത്രേ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ദാനിയേൽ ഈ ലോകത്തോട് അനുരൂപപ്പെട്ടവനായിരുന്നില്ല, എന്നാൽ അവൻ മനസ്സുപുതുക്കി രൂപാന്തരപ്പെട്ടവനായിരുന്നു. അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ ലക്ഷ്യവും ദൈവഹിതം മാത്രമായിരുന്നു. എല്ലാ കാലത്തും ദൈവത്തിന് ഇസ്രായേലിന്റെ ഒരു ശേഷിപ്പുണ്ടായിരുന്നു. ദാനിയേലിന്റെ കാലത്ത് ഈ ശേഷിപ്പിനെ പ്രതിനിധീകരിച്ചത് ദാനിയേലും അവന്റെ സുഹൃത്തുക്കളുമായിരുന്നു. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ശേഷിപ്പ് ഇതാണ്. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഇപ്പോൾ ഈ ബാലന്മാർ രാജഭോജനം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അവർ ബാബേലിലെ ഭക്ഷണക്രമത്തോട് എതിർത്ത് നിൽക്കാൻ പോകുകയാണ്. വാസ്തവത്തിൽ അകമേയും പുറമേയും ഈ ബാലന്മാരെ തനി കൽദേയരാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത്. അവർ ബാബിലോന്യരെ പോലെ ഭക്ഷണം കഴിക്കാനും ബാബിലോന്യരെ പോലെ വസ്ത്രം ധരിക്കാനും ബാബിലോന്യരെ പോലെ ചിന്തിക്കാനുമായിരുന്നു അവരെ പ്രേരിപ്പിച്ചത്. ലോകം ഒരു ദൈവപൈതലിൽ ചെലുത്തുന്ന സമ്മർദ്ദം ഇതാണ് സുഹൃത്തെ. എന്തൊക്കെയായാലും ദാനിയേലും തന്റെ 3 സുഹൃത്തുക്കളും മോശയുടെ നിയമത്തിന് കീഴിൽ തന്നെയായിരുന്നു.
ശേഷിച്ച പ്രവാസികൾക്ക് ഒക്കെയും ബാബിലോന്യ രീതിയോട് ചേർന്ന് തനി കൽദയരായി മാറാമായിരുന്നു. തന്റെ ജനം ഭക്ഷിക്കേണ്ടത് എന്താണെന്ന് പഴയ നിയമത്തിൽ ദൈവം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ലേവ്യപുസ്തകം 11-44 മുതൽ 47 വരെയുള്ള ഭാഗത്ത് നാം വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. ഞാനത് മുഴുവൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ലേവ്യപുസ്തകം 11-44 മുതൽ ചില ആഹാരങ്ങൾ അവർ തീർത്തും ഉപേക്ഷിക്കണമായിരുന്നു. ലേവ്യപുസ്തകത്തിൽ അതിന്റെ പട്ടിക കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ജാതീയ ദേവന്മാർക്ക് നിവേദിച്ച മാംസവും ദൈവഭക്തരായ ഇസ്രായേല്യർ ഉപേക്ഷിക്കണമായിരുന്നു. ഒരുപക്ഷെ ദാനിയേലും ഈ എബ്രായ ബാലന്മാരും നാസിർ വ്രതക്കാരായിരുന്നിരിക്കാം. അവർക്ക് വീഞ്ഞും നിഷിദ്ധമായിരുന്നു. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കഴിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത് എന്ന് സംഖ്യാപുസ്തകം 6:3 നാം വായിക്കുന്നുണ്ട്. ഈ യൗവനക്കാർ യെശയ്യാവിന്റെ നിരോധനത്തെ പാലിക്കുകയായിരുന്നു. യെശയ്യാവ് 52:11 പറഞ്ഞത്, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. എന്റെ സുഹൃത്തെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നത്തെ അനേക ദൈവമക്കൾക്ക്, അതായത് രക്ഷിക്കപ്പെട്ടവർക്ക്, വിശ്വാസ ജീവിതത്തിന്റെ വളർച്ചയ്ക്കായി ഒരു ആഹാരക്രമം ഇല്ലെന്നതാണ് പരിതാപകരം. അതെ, നാം മാംസത്തെക്കുറിച്ചും മത്സ്യത്തെക്കുറിച്ചുമല്ല പറയുന്നത്. ഇസ്രായേല്യർക്ക് കൊടുത്തതുപോലെ പുതിയ നിയമ വിശ്വാസികൾക്കൊരു ഭക്ഷണ പട്ടിക ദൈവം നൽകിയിട്ടില്ല. 1 കൊരിന്ത്യർ 10:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവീനെന്ന്. പിന്നെയും 1 കൊരിന്ത്യർ 8:8 പൗലോസ് പറയുന്നത്, എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല എന്നത്രേ. പ്രിയ ദൈവത്തിലെ, ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് താങ്കൾക്കൊരു ജീവിത പ്രമാണം ഉണ്ടോ? ചിലത് വിടേണ്ടതിനും ചിലത് കാത്തുസൂക്ഷിക്കേണ്ടതിനും ആ പ്രമാണം താങ്കളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ദൈവമക്കൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ്. അവർ ലോകത്തോട്, അതായത് കൃപയാലുള്ള രക്ഷയുടെ സന്ദേശത്തിന് കീഴിൽ വരാത്ത സകല ലോക സമ്പ്രദായങ്ങളെയും അവർ വെറുക്കുന്നു, അതിൽ നിന്ന് വേർപെട്ടവരാണ്. എന്നാൽ ജീവിതത്തിൽ, താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തെയും ദൈവമക്കളെയും ചേർത്തുള്ള കൂട്ടായ്മ ജീവിതം അനുഭവമായിട്ടുണ്ടോ? ഈ എബ്രായ ബാലന്മാർ പ്രതിബന്ധങ്ങളെ ഗണ്യമാക്കിയില്ല. അവർ ദൈവത്തിനായി ശരിയായ ഒരു നിലപാടെടുത്തു. അവർ അധികം പേരില്ലായിരുന്നു, 4 പേർ മാത്രം. പക്ഷേ ദൈവം അവരോടൊപ്പമുണ്ടായിരുന്നു. 9-ാം വാക്യത്തിൽ, ദൈവം ദാനിയേലിന് ക്ഷണാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദാനിയേലിനെ നോക്കുക. ദാനിയേൽ ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ടവനാകുന്നു. ഇത് യാദൃച്ഛികമല്ല. ദൈവം ദാനിയേലിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിസ്രൈമിൽ യോസഫിന്റെ പിന്നിൽ പ്രവർത്തിച്ചതുപോലെ എത്ര ആശ്ചര്യകരമായിരിക്കുന്നു ഇവിടെ ദൈവം പ്രവർത്തിക്കുന്ന വിധം. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിന്റെ ഈ സഹായം താങ്കൾക്ക് ലഭ്യമാണ്. താങ്കൾക്കത് സ്വന്തമാക്കുവാൻ താൽപര്യമുണ്ടോ? ദൈവത്തിനായി ശരിയായ ഒരു നിലപാട് താങ്കൾ എടുക്കുന്നുവെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെയും അപകടഘട്ടങ്ങളെയും തരണം ചെയ്യാൻ പലപ്പോഴും ദൈവത്തിന്റെ ഹിതം മാറ്റിവെക്കുകയല്ലായിരുന്നോ? ആ സമയത്ത് പ്രതികൂലങ്ങളെ പദ്ധതികളാക്കി മാറ്റുന്ന ദൈവത്തിൽ ആശ്രയിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതത്തിൽ മുൻപോട്ടു പോകുവാനായി സമർപ്പിക്കുന്നതിന് മുൻപിലുള്ള പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ സാധിക്കുമോ?